എല്ലാവർക്കും എൻ്റെ വീട് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പില്ലർ ഫൗണ്ടേഷനുകളുടെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കാമെന്ന് ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ റബിൾ മേസൺറി അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൊണ്ടുള്ള ഫൗണ്ടേഷൻ്റെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു 1200 സ്ക്വയർ മീറ്ററിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റബിൾ മേസൺറിക്ക് ആവശ്യമായ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പ്ലാനിൽ നിന്നും എങ്ങനെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാമെന്നും അതുപോലെ തന്നെ എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം സൈറ്റിൽ നിന്നും എക്സാക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എടുക്കാമെന്നും ഈ രണ്ട് രീതിയിലുമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് വിശദീകരിക്കുന്നത്. ആദ്യമായി നമുക്ക് സൈറ്റിൽ എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി സൈറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ മെഷർ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മളുടെ തറയ്ക്ക് എത്ര വീതി വേണം, അതുപോലെ എത്ര ഹൈറ്റിൽ നമ്മൾ എക്സ്കവേഷൻ എടുക്കണം എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഭിത്തികൾ വരുന്ന ഭാഗങ്ങളുടെ താഴെയായിട്ടാണ് നമ്മൾ ഫൗണ്ടേഷനുകൾ നിർമ്മിക്കുന്നത്. ഈ പ്ലാനിൽ നിങ്ങൾ കാണുന്നത് ഭിത്തികളുടെ ഏരിയ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഭിത്തിയുടെ താഴെ ആദ്യം നമ്മൾ ബേസ്മെൻ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് റബിൾ മേസൺറി, അതിനുശേഷം അതിന് താഴെയായിട്ട് കരിങ്കല്ലുകൾ കൊണ്ടുള്ള കെട്ട്, അത് ഗ്രൗണ്ടിനടിയിലേക്ക് പോകുന്ന ഭാഗമാണ്. അതിന് താഴെ നമ്മൾ ഈ കല്ലിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് ബ്ലൈൻഡിങ് അല്ലെങ്കിൽ PCC ചെയ്തു കൊടുക്കുന്നു. ഇത്രയും ഭാഗമാണ് നമ്മളുടെ ഭിത്തിക്ക് താഴെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിന് താഴേക്ക് പോകുന്ന കാര്യങ്ങൾ. ഇത്രയും ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 45 സെൻറ്റിമീറ്റർ മേളിലേക്കുള്ള ഒരു ഫൗണ്ടേഷനും അതിനുശേഷം താഴേക്ക് നമ്മൾ 60 സെൻറ്റിമീറ്ററിൽ ഒരു ഫൗണ്ടേഷനും അതിന് താഴെ 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്ലൈൻഡിങ്ങുമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴേക്ക് നമുക്ക് 75 സെൻറ്റിമീറ്റർ നമ്മൾ താഴേക്ക് ഡെപ്തിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലാനുകളുടെയും ഘടകങ്ങളനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് മാറി വ്യത്യാസപ്പെട്ടിരിക്കാം. ഇവിടെ നമ്മൾ 60 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 2 അടി ഹൈറ്റിലുള്ള ഒരു ഫൗണ്ടേഷന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ടോട്ടൽ 75 സെൻറ്റിമീറ്റർ നമുക്ക് കുഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 75 എന്ന് നമുക്ക് കിട്ടുന്നു. നമ്മളുടെ എക്സ്കവേഷൻ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്ററിലാണ്. അതായത് ടോട്ടൽ നീളവും, അതായത് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്ന നീളവും അതുപോലെ തന്നെ അതിൻ്റെ വീതിയും അതിൻ്റെ ഹൈറ്റും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടി ഗുണിച്ച് കിട്ടുന്ന ഒരു അളവാണ് നമുക്ക് എത്ര ക്യൂബിക് മീറ്റർ ആണ് എന്ന് അല്ലെങ്കിൽ എത്ര മീറ്റർ ക്യൂബ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഒരു രൂപം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് ഹൈറ്റ് കിട്ടി, ഇനി നമുക്ക് അതിൻ്റെ വീതി എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ പ്രകാരം നമ്മളുടെ ബ്ലൈൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും താഴെ വരുന്ന PCC അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.8 മീറ്റർ അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അതിനു ശേഷം അതിന് മേളിലേക്ക് വരുന്ന ആ ഒരു ചെറിയ ഫൗണ്ടേഷൻ, ഫസ്റ്റ് ഫൗണ്ടേഷന് നമ്മൾ 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 അടി വീതിയും അതിന് മേളിലേക്ക് വരുന്നതിന് നമ്മൾ 45 സെൻറ്റിമീറ്റർ 1.5 അടി വീതിയുമാണ് കൊടുക്കുന്നത്. അതിന് മേളിലേക്കാണ് നമ്മൾ നമ്മുടെ ഭിത്തി കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വീതി വേണ്ടത് എത്രയാണ്? അപ്പോൾ നമ്മുടെ ബ്ലൈൻഡിങ് ഏറ്റവും താഴെ വരുന്ന ബ്ലൈൻഡിങ് 80 സെൻറ്റിമീറ്ററും പിന്നെ നമ്മൾ 2 സൈഡിലേക്കും 20 സെൻറ്റിമീറ്റർ, അതായത് നമ്മുടെ കല്ലുകൾ കെട്ടുന്നതിനും അതുപോലെ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ 2 സൈഡിലും നമ്മൾ 20 സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ബ്ലൈൻഡിങ്ങിൻ്റെ വീതിയായ 80ഉം 2 സൈഡിലെ 20 സെൻറ്റിമീറ്ററുകളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ നമുക്ക് വീതി വേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളുടെ 0.075 എന്ന ഹൈറ്റും 1.20 എന്ന വീതിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നീളമാണ് എടുക്കേണ്ടത്. അതായത് ടോട്ടൽ നീളവും കൂടി എടുത്ത് ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എക്സ്കവേഷൻ കഴിഞ്ഞ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീതിയും ഒരു ആവറേജ് വീതിയും അതുപോലെ തന്നെ ആവറേജ് ഹൈറ്റും നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നീളം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭിത്തിയാണ്. അതിനുശേഷം 2 സൈഡിലുമുള്ള വരകൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്കവേഷൻ്റെ ബൗണ്ടറിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്കവേഷൻ ചെയ്തിരിക്കുന്ന ഏരിയ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ 2 ഡയറക്ഷനിലുള്ള എക്സ്കവേഷനുകളെയും 2 കളറിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ സൈറ്റിൽ ഇനി എക്സ്കവേഷൻ നടന്ന ഓരോ
ലെങ്ത്തും നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ റെഡ് കളറിലുള്ള ആ ഒരു ഡയറക്ഷനിലുള്ളതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീളം അളന്ന് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 48.97 മീറ്റർ എന്നും, ഇവിടെ നമ്മൾ മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്, 48.97 മീറ്റർ എന്നും, അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള അളവുകൾ നമ്മൾ നോക്കുമ്പോൾ 23.7 മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 72.67 ടോട്ടൽ നീളം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ സൈറ്റിൽ നിന്നും അളന്ന് എടുത്ത ഒരു അളവാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ നീളം കണ്ടിരിക്കുന്നു, 72.67 എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിനു മുമ്പ് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഹൈറ്റും അതുപോലെ തന്നെ നമ്മളുടെ വിഡ്ത്തും എത്രയാണെന്ന് നമുക്കറിയാം. 0.75 ആണ് നമ്മളുടെ ടോട്ടൽ ഹൈറ്റ്. അതുപോലെ അതിൻ്റെ വീതി, എക്സ്കവേഷൻ്റെ വീതി എന്ന് പറയുന്നത് 1.20 നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇത് മൂന്ന് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 72.67 ഇൻറ്റു 1.2 ഇൻറ്റു 0.75 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 65.403 ക്യൂബിക് മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. ഇത്രയുമാണ് നമ്മുടെ എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി. ഇത് നമ്മൾ എക്സാക്ട്ലി നമ്മുടെ സൈറ്റിൽ നിന്നും മെഷർ ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്ലാനിൽ നിന്നും അല്ലെങ്കിൽ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാനിൽ നിന്നും നമുക്ക് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന രീതി സെൻട്രൽ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. സെൻട്രൽ ലൈൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾ ഈ പ്ലാനിൽ നോക്കുക. ഈ പ്ലാനിൽ നമ്മൾ എല്ലാ ഭിത്തികളുടെയും അളവുകൾ അല്ലെങ്കിൽ എല്ലാ ഭിത്തികളുടെയും ടോട്ടൽ നീളങ്ങൾ സെൻറ്റർ ടു സെൻറ്റർ നമ്മൾ എടുത്തു വെക്കുക. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന 11.07 എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭിത്തിയുടെ നീളം നോക്കാം. ആ ഭിത്തിയുടെ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ വെളിയിൽ നിന്നും രണ്ടാമത്തെ അറ്റത്തെ വെളിയിലേക്കുള്ള ടോട്ടൽ അളവ് 11.28 അതായത് 11.28 ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ നമ്മൾ ഭിത്തിയുടെ വണ്ണമായ 21 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഭിത്തിയുടെ വണ്ണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എടുക്കുമ്പോൾ രണ്ട് സൈഡിലും 10.5 10.5 10.5 രണ്ട് സൈഡിലും നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണ് 11.28ൻ്റെ ആ ഒരു അളവ് 11.07 എന്ന് നമുക്ക് കിട്ടുന്നത്. ഭിത്തിയുടെ കനം രണ്ട് സൈഡിലും പകുതി വെച്ച് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഭിത്തികളുടെയും സെൻറ്ററിൽ നിന്നും സെൻറ്ററിലേക്കുള്ള അളവുകൾ നമ്മൾ മെഷർ ചെയ്ത് അത് ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. എത്രയാണ് അതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് ടോട്ടൽ നീളം നമുക്ക് കിട്ടിയിരിക്കുന്നത് 84.67 മീറ്ററാണ് നമുക്ക് നീളം കിട്ടിയിരിക്കുന്നത് സെൻറ്റർ ടു സെൻറ്റർ. ഇപ്പോൾ നമുക്ക് നീളം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ വീതി നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, 1.2 ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 0.75 ആണ് നമ്മളുടെ ഹൈറ്റും എന്ന് നമുക്കറിയാം. ഇനി ഈ നീളത്തിനകത്ത് നമുക്ക് 84.67 എന്ന നീളം കിട്ടിയിട്ടുണ്ട്. ഈ നീളത്തിനകത്ത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആ പ്ലാനിൽ നമ്മൾക്ക് T ആകൃതിയിൽ വന്നിരിക്കുന്ന ഭിത്തികൾ എത്രയുണ്ട് എന്ന് നോക്കുക. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ജംഗ്ഷനുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന T ആകൃതിയിൽ വരുന്ന ജംഗ്ഷനുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ക്രോസ് ആയിട്ട് വരുന്ന, അതായത് 4 ഭിത്തികൾ കൂടി ചേരുന്ന ജംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അതുകൂടി മാർക്ക് ചെയ്യുക. ഇവിടെ 3 ക്രോസ് ജംഗ്ഷനുകളും അതുപോലെ തന്നെ 14 T ജംഗ്ഷനുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് എത്ര T ജംഗ്ഷൻ ആണോ കിട്ടിയിരിക്കുന്നത് ആ നമ്പറിനെ നമ്മളുടെ വീതിയുടെ പകുതി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര നീളമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾക്ക് T ജംഗ്ഷൻ കിട്ടിയിരിക്കുന്നത് 14 നമ്പേഴ്സാണ്. നമ്മളുടെ വീതി എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. അപ്പോൾ 14 ഗുണം 1.2 ഡിവൈഡഡ് ബൈ 2 അപ്പോൾ നമുക്ക് 8.4 മീറ്റർ എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ക്രോസ് ജംഗ്ഷൻ വരുന്നിടത്ത് നമ്മളുടെ ടോട്ടൽ വീതിയെ, അതായത് 1.2നെ നമ്മൾ എത്ര ജംഗ്ഷനാണോ ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ഗുണം 1.2 എന്ന് നമുക്ക് കിട്ടുന്നു. 3 നമ്പറാണ് നമുക്ക് ക്രോസ് ജംഗ്ഷനുകൾ ഉള്ളത്, അതുകൊണ്ടാണ് 3 ഗുണം 1.2 എന്നിടുന്നത്. അപ്പോൾ നമുക്ക് 3.6. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ T ജംഗ്ഷൻ്റെ നീളമായ 8.4ഉം ക്രോസ് ജംഗ്ഷൻ്റെ നീളമായ 3.6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 12 മീറ്റർ എന്ന് കിട്ടുന്നു. ഇത് നമ്മൾക്ക് നമ്മുടെ ടോട്ടൽ ലെങ്ത് സെൻട്രൽ ലൈൻ മെത്തേഡ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 84.67 മീറ്ററിൽ നിന്നും നമ്മൾ ഈ 12 മീറ്റർ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. T ജംഗ്ഷനും ക്രോസ് ജംഗ്ഷനും വരുന്ന ഇടങ്ങളിൽ ഈ അളവുകൾ റിപ്പീറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നത്.
അപ്പോൾ ഈ 12 മീറ്റർ നമുക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നീളം 72.67 എന്ന് നമുക്ക് കിട്ടുന്നു. നമ്മൾ എക്സാക്റ്റ് ക്വാണ്ടിറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല ഒരു റഫായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ടി ജംഗ്ഷൻ്റെയും ക്രോസ് ജംഗ്ഷൻ്റെയും ഒന്നും കുറയ്ക്കേണ്ടത് ആവശ്യമില്ല. എന്നാൽ എക്സാക്റ്റ് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇത് കുറച്ച് തന്നെ എടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ടോട്ടൽ നീളം കിട്ടിയിരിക്കുകയാണ്. 72.67 നമ്മുടെ ടോട്ടൽ നീളം. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ വീതി കൊണ്ടും ഹൈറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ 72.67 ഗുണം 1.2 ഗുണം 0.75, അപ്പോൾ നമുക്ക് 65.403 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്ലാനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സൈറ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത അളവും അത് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ പ്ലാനിൽ നിന്നും സെൻട്രൽ ലൈൻ പ്രകാരം എടുത്ത അളവും രണ്ടും ഒരേ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരേ റിസൾട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 65.4 എന്നുള്ള ആ ഒരു അളവിനെ നമ്മളുടെ റേറ്റ് എത്രയാണോ, 1 ക്യൂബിക് മീറ്ററിന് എത്ര റേറ്റ് ആണോ അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.